നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് പോരാട്ടം അന്ത്യത്തോടടുക്കുന്നു എന്ന സൂചന കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മനസ്സിലായൊരു കാര്യമാണ്. അതിന് കാരണമായി പറയുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവും അതിന് ചുട്ട മറുപടിയുമായി ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതുമാണ്. എന്നാൽ ഇസ്രായേലിന് ഒരു വലിയ സർപ്രൈസ് ഒരുക്കുന്നു എന്ന ഹിസ്ബുല്ല ഭീഷണി ഉയർത്തി രംഗത്ത് വന്നിരിക്കുകയാണ്. ആക്രമണങ്ങൾ കൂടുതൽ കടുക്കും. ഈ ഭീഷണി ഉയർത്തി തൊട്ടു പിന്നാലെ തന്നെ ഗാസയിൽ സംഭവിച്ചിരിക്കുന്നത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വിഷയമാണ്. ഭീകരമായ അവസ്ഥയാണ് ടെൽ അവീവിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇക്കാര്യം ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. റാഫേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടയിൽ ഇസ്രായേലിന് ഭീഷണിയുമായിട്ടാണ് ഹിസ്ബുല്ല ഇങ്ങനെ രംഗത്ത് വന്നിരിക്കുന്നത്. യുദ്ധം 8 മാസം പിന്നിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇസ്രായേലിന് നേരെ അപ്രതീക്ഷിത ആക്രമണം നടക്കാൻ എല്ലാവിധ സാധ്യതയുമുണ്ട് എന്നുള്ള സൂചന കൃത്യമായി അവർ നൽകുന്നത്. ഇസ്രായേലിന് വേണ്ടി ചില സർപ്രൈസുകൾ അതൊരുങ്ങുന്നുണ്ട്. അതിനായി നിങ്ങൾ തയ്യാറായിരിക്കുക എന്നാണ് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ഹസൻ നസ്രല്ല ഒരു ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ലെബനൻ വിമോചനത്തിന്റെ 24ാം വാർഷികാഘോഷവേളയിൽ പുറത്തുവന്ന ഈ വീഡിയോ സന്ദേശത്തിലാണ് നസ്രല്ല ഇസ്രായേലിനെതിരെ ഇങ്ങനെയൊരു ഭീഷണി ഉയർത്തുന്നത്. ഗസ യുദ്ധത്തിൽ ഒരു ലക്ഷ്യവും ഇതുവരെ ഇസ്രായേലിന് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനം ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് അവരുടെ നേതാക്കൾ തന്നെ തുറന്ന് സമ്മതിച്ചൊരു കാര്യമാണെന്നും പ്രസംഗത്തിലൂടെ അദ്ദേഹം സൂചിപ്പിച്ചു. നെതന്യാഹു എന്ന് പറയുന്നത് അന്ത്യത്തോടടുക്കുകയാണ്. എതിർനിരയെ ചരിത്രപരവും സുപ്രധാനവുമായിട്ടുള്ള ഒരു വിജയത്തിലേക്കാണ് അദ്ദേഹം നയിക്കുന്നത്. താങ്കളുടെ ചതിയും നിങ്ങളുടെ യജമാനന്മാരുടെ സമ്മർദ്ദവും ഒന്നും ഇനി ഒരു കാലത്തും വിലപ്പോകില്ല എന്നും നസ്രല്ല പറയുന്നു. ഈ ചെറുത്തുനിൽപ്പ് ഇതിങ്ങനെ തന്നെ മുന്നോട്ട് നീങ്ങും. ഒക്ടോബർ 7-ാം തീയതി നടന്ന ചെറുത്തുനിൽപ്പ് നിങ്ങളെ ഞെട്ടിച്ചതായിരുന്നു. ഇനിയും കൂടുതൽ സർപ്രൈസുകൾക്ക് വേണ്ടി നിങ്ങൾ സജ്ജമായി കൊള്ളൂ എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇതിലൂടെ തന്നെ ഇസ്രായേൽ ഭയക്കുന്ന ചില വസ്തുതകളുണ്ട്. അന്ന് സംഭവിച്ച ഒക്ടോബർ മാസം സംഭവിച്ച ആ ദാരുണ സംഭവം, 1500-ലധികം പേരുടെ ജീവനെടുത്ത വിഷയം, നിരവധി ആളുകളെ ബന്ദികളാക്കി കൊണ്ടുപോയ സംഭവം, അതുപോലൊരു വിഷയം ഇനിയും ആവർത്തിക്കുമോ എന്ന സംശയം കൂടി ഇസ്രായേലിനുണ്ട്. പലസ്തീനെ 3 യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി അംഗീകരിച്ചത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്, വലിയ നഷ്ടമാണ്. ഒക്ടോബർ 7-ാം തീയതി അൽ-അഖ്സ പോരാട്ടത്തിന്റെയും ദൃഢനിശ്ചയത്തോടെയുമുള്ള പ്രതിരോധത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇസ്രായേൽ രാജ്യാന്തര നീതിന്യായ കോടതിക്ക് മുന്നിൽ നിൽക്കുന്നത്. റഫേൽ ആക്രമണം നിർത്തണമെന്ന് ICC പറഞ്ഞിട്ട് പോലും അതിനെ അനുസരിക്കാൻ ഇസ്രായേൽ ഒരിഞ്ച് പോലും തയ്യാറായിട്ടില്ല. ഒട്ടും തന്നെ സമ്മതമുള്ളതുമില്ല. ഇസ്രായേൽ ഒരു കാലത്തും അന്താരാഷ്ട്ര പ്രമേയങ്ങളെ മാനിച്ചിട്ടില്ല എന്നാണ് ഹസൻ നസ്രുല്ല പ്രസംഗത്തിലും ആരോപിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ പ്രതിരോധത്തിൽ വലിയ സർപ്രൈസുകൾ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. അയർലൻഡ്, സ്പെയിൻ, നോർവേ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കുകയും ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അത് കടന്നു വരണമെന്നും റഫേലെ ആക്രമണം നിർത്തണമെന്നും ICC ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തതിന് പിന്നാലെയാണ് നസ്രല്ല ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉടൻ തന്നെ റഫേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിനോട് ഉത്തരവിട്ടിരുന്നു. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്ന് കാട്ടി ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച കേസുമായി ബന്ധപ്പെട്ടായിരുന്നു അടിയന്തര വിധി കോടതി പറഞ്ഞത്. ഉത്തരവ് വന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റാഫേൽ ശക്തമായ വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ഇതിനുള്ള ഒരു മറുപടിയായി തന്നെയാണ് അതിനെ നോക്കിക്കാണേണ്ടത്. ഇതോടെ ഇസ്രായേൽ ഒരു കാരണവശാലും ഒരു കാലത്തും ഈ ഉത്തരവ് പാലിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. എന്നാൽ ഗാസയിലെ വിനാശകരമായ യുദ്ധത്തിന്റെ പേരിൽ ആഗോളതലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു സംശയം കൂടി ഉയർന്നു വരികയാണ്. ലോക കോടതി തന്നെ ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചു. അതിന് വിരുദ്ധമായി ഇസ്രായേൽ പ്രവർത്തിക്കുന്നു. അതുതന്നെയാണ് ഇവരെയും ഭയപ്പെടുത്തിയത്. ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുല്ല രംഗത്തെത്തിയതും ഒരു കാഴ്ചയായിരുന്നു. ലെബനൻ അതിർത്തിയിൽ നിന്നും പല തവണയാണ് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട മേഖലകളെയും നഗരങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യോമാക്രമണം നടന്നിട്ടുള്ളത്. അത് വീണ്ടും ആവർത്തിക്കുമെന്ന സൂചനയും ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ഗസ മുൻപിൽ നിന്നും ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിലേക്ക് ഇത് പറഞ്ഞ് നിമിഷങ്ങൾക്കകം ഹമാസ് ഒരു റോക്കറ്റ് ആക്രമണം നടത്തിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. സായുധ വിഭാഗമായ അൽ-ഖസാം ബ്രിഗേഡ് ഇക്കാര്യം അവകാശപ്പെട്ടിട്ടുണ്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ പലയിടത്തും ഇസ്രായേൽ സൈന്യം അപായ സൈറണും മുഴക്കിയിട്ടുണ്ട്. ഞായറാഴ്ച ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. മാസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഗസയിൽ നിന്നും റോക്കറ്റ് ആക്രമണം ഉണ്ടായതായി ഹമാസ് തന്നെ അവകാശപ്പെടുന്നതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെയുള്ള സയനിസ്റ്റ് കൂട്ടക്കൊലകൾക്ക് മറുപടിയാണ് ഈ റോക്കറ്റുകളെന്നാണ് അൽ-ഖസാം ബ്രിഗേഡ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനിയും ആക്രമണം കടുപ്പിക്കാനും ഇസ്രായേൽ പ്രതീക്ഷിക്കാത്തിടത്ത് ബോംബുകൾ വർഷിക്കുമെന്നുമുള്ള ഭീഷണിയാണ് ഉയരുന്നത്. റോക്കറ്റുകൾ ഗസ മുനമ്പിൽ നിന്നാണ് വിക്ഷേപിച്ചതെന്നുള്ളത് ഹമാസിന്റെ അലക്സ ടിവിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 മാസത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ടെൽ അവീവിൽ അപായ സൈറൺ ഇങ്ങനെ മുഴങ്ങുന്നതും ഭീഷണിയും ഭീതിയും നിറയുന്നതും. ടെൽ അവീവിലെ പല മേഖലകളിലായി
സ്ഫോടന പരമ്പരകൾ നടക്കുന്നു. 15 ഇടങ്ങളിൽ ശബ്ദം കേട്ടതായി പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം മധ്യ ഇസ്രയേലിലേക്ക് ഞായറാഴ്ച റോക്കറ്റുകൾ തൊടുത്തുവിട്ടത് റഫ മേഖലയിൽ നിന്നാണെന്ന് ഇസ്രയേൽ പ്രതിരോധ സേനയും ആരോപിച്ചിട്ടുണ്ട്. പ്രദേശത്തെ റോക്കറ്റ് നിർമ്മാണ കേന്ദ്രത്തിന് നേരെ ഇസ്രയേൽ സൈന്യം വീണ്ടും ഒരു പ്രത്യാക്രമണം നടത്തിയിരുന്നു. അതിനുള്ള മറുപടിയാണ് പുതിയ ആക്രമണമെന്നും ഇസ്രയേൽ തന്നെ വ്യക്തമാക്കുന്നു. റോക്കറ്റ് ആക്രമണത്തിൽ മധ്യ ഇസ്രയേലിലെ 2 പേർക്കാണ് പരിക്ക് സംഭവിച്ചത്. റോക്കറ്റുകൾ നഗരത്തിൽ പതിക്കുന്നതും അതുപോലെ തന്നെ അപായ സൈറൺ മുഴങ്ങുന്ന വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിയെ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ യുദ്ധാന്തരീക്ഷം തന്നെയാണ്. കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണ്. എന്തും ഏതും എപ്പോഴും സംഭവിക്കാമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.